പെരുമ്പാവൂരിലെ പ്ലൈവുഡ് നിർമ്മാണ മേഖല ആകെ പ്രതിസന്ധിയിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരേണ്ട അസംസ്കൃത വസ്തുക്കൾ കിട്ടാതായതോടെ പല കമ്പനികളിലും പണി കുറഞ്ഞു. തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയതോടെ ഭൂരിഭാഗം കമ്പനികളും അടച്ചിട്ടിരിക്കുകയുമാണ്. ഷഹബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം പല മേഖലകളെയും പ്രതിസന്ധിയിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ എറണാകുളം പെരുമ്പാവൂരിലേക്ക് വന്നാൽ അധികം പ്ലൈവുഡ് കമ്പനികളുള്ള സ്ഥലമാണ്. നിരവധി പ്ലൈവുഡ് കമ്പനികളാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നത്. ഈ പ്ലൈവുഡ് മേഖല ആകെ യുദ്ധം മൂലം പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാരണം. കാര്യം ഈ പ്ലൈവുഡിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് പശയടക്കം വരുന്നത് ഇറാനും സൗദി പോലുള്ള രാജ്യങ്ങളിലാണ്. അതായത് ഹോർമുസ് കടലെടുക്ക് കഴിഞ്ഞു വേണം അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്താൻ. ഈ യുദ്ധ സാഹചര്യം രൂക്ഷമായതോടെ അസംസ്കൃത വസ്തുക്കളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനാൽ തന്നെ പല മേഖലകളും പ്രതിസന്ധിയിലാണ്. ഇവിടെയുള്ള പല പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾക്കും വില കൂടാൻ അത് കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രതിസന്ധി ഇവിടെ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കാണ്. തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞാൽ പലരും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പശ്ചിമ ബംഗാളിലേക്കും അസമിലേക്കും ഒക്കെ പോകുന്നത്. പക്ഷേ ആ തൊഴിലാളികൾ കൂട്ടത്തോടു കൂടി പോകുന്നതോടുകൂടി പല കമ്പനികളും അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ മുടിക്കലിലെ ഒരു പ്ലൈവുഡ് കമ്പനിയിലാണ്. ഈ കമ്പനി തന്നെ 2 ആഴ്ചയോളമായി അടഞ്ഞു കിടക്കുകയാണ്. തൊഴിലാളികൾ കൂട്ടത്തോടു കൂടി നാട്ടിലേക്ക് പോയത് മൂലമാണ് ഈ കമ്പനി അടഞ്ഞു കിടക്കുന്നത്. ഈ കമ്പനിയുടെ ഉടമയുണ്ട് ഹാരിസ്കാം. ഇപ്പോൾ 2 ആഴ്ചയെ അടച്ചിട്ടിരിക്കുകയാണല്ലേ? 2 ആഴ്ചയുടെ മേളിലായി. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു തൊഴിലാളികൾ. ഈ യുദ്ധം കാരണം ഈ മേഖലയാകെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. യുദ്ധം കാരണം മേഖല ആകെ പ്രതിസന്ധിയിലാണ്. നമുക്കുള്ള ഫേസ് വിനീർ മറ്റെല്ലാം ഷിപ്പ് വഴിയാണ് വരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഈ തടസ്സങ്ങൾ കൊണ്ട് അതിനൊക്കെ കുറേ ബാധിച്ചിട്ടുണ്ട്. ഈ വില കൂടാനൊക്കെ കാരണമായിട്ടുണ്ടോ അസംസ്കൃതം? തീർച്ചയായിട്ടും ഈ ഷിപ്മെന്റിന്റെ പ്രതിസന്ധി കാലത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്.